ഗണപതിയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ മാത്രേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നവരാത്രി ദിന ആശംസകൾ നേർന്നുകൊണ്ട്, നമുക്കറിയാം നവരാത്രി എന്ന് പറയുന്നത് 9 ദിവസങ്ങളിലായി വ്രതാനുഷ്ഠാനത്തോടുകൂടി വിദ്യാരംഭത്തിനുള്ള തയ്യാറെടുപ്പാണ് ഈ നവരാത്രി കാലം എന്ന് പറയുന്നത്. നമുക്കും ഇന്ന് ഒരു പുതിയ കാര്യം പഠിച്ചു തുടങ്ങാമെന്ന് കരുതുന്നു. ദേവി മഹാത്മ്യം പദാനുപദമല്ലെങ്കിലും ഓരോ ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞ നമുക്കൊന്ന് വിചാരം ചെയ്തു പോകാമെന്ന് കരുതുന്നു. അമ്മ അനുഗ്രഹിച്ചാൽ ഇന്ന് നവരാത്രിയുടെ പ്രഥമ ദിവസമായിട്ടുള്ള നവരാത്രി വ്രതം ആരംഭിക്കുന്ന ആദ്യത്തെ ദിവസം നമുക്ക് ദേവി മഹാത്മ്യത്തിലെ ധ്യാന ശ്ലോകങ്ങൾ ആദ്യം പാരായണം ചെയ്തിട്ട് പ്രഥമ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം മുതൽ ശ്ലോകം പാരായണം ചെയ്ത് ശ്ലോകത്തിൻ്റെ അർത്ഥവും കൂടി ഒന്ന് പറഞ്ഞു പോകാമെന്നാണ് കരുതുന്നത്. നമുക്കറിയാം പതിനെട്ട് പുരാണങ്ങളിലെ രാമം പാത്മം വൈഷ്ണവം തുടങ്ങിയ 18 പുരാണങ്ങളിലെ 8ാമത്തെ പുരാണമായിട്ടുള്ള മാർക്കണ്ഡേയ പുരാണത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ദേവി മഹാത്മ്യം എന്ന് പറയുന്നത്. ഈ ദേവി മഹാത്മ്യത്തിൽ മാർക്കണ്ഡേയൻ ക്രോഷ്ടുകിയോട് മഹാമായയുടെ ആ ഒരു അനുഭാവ പ്രഭാവത്തെ വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിക്കുന്നതാണ് ദേവി മഹാത്മ്യത്തിലുള്ളത്. ഇങ്ങനെ സർഗം, പ്രതിസർഗം തുടങ്ങിയിട്ടുള്ള പുരാണ ലക്ഷണങ്ങളൊക്കെ തികഞ്ഞ ഇതിലെ പല കഥകളെയും വിവരിച്ചതിന് ശേഷം മന്വന്തരങ്ങളിൽ ഓരോരോ മന്വന്തരങ്ങളിലെയും അതീതന്മാരായിട്ടുള്ള മനുക്കന്മാരുടെയൊക്കെ ചരിത്രമാണ് ഇവിടെ ഗ്രഹിപ്പിക്കുന്നത്. അവിടെ നിന്നാണിത് തുടങ്ങുന്നത് തന്നെ. ഇവരൊക്കെ തന്നെയും ഈ ഓരോ മനുക്കളും ഓരോ ദേവതാ പ്രസാദത്താലാണ് ആ ഒരു ആധിപത്യ സ്ഥാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. 7ാമത്തെ മനുവായിട്ടുള്ള വൈവസ്വത മനു നമുക്കറിയാം മത്സ്യമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് മനുവായി മാറുന്നത്. തുടർന്നുള്ള 8ാമത്തെ മനുവിൻ്റെ മുതലുള്ള കാര്യമാണ് നമ്മൾ ഈ പ്രഥമ അധ്യായത്തിൽ തുടങ്ങുന്നത് തന്നെ. ആദ്യത്തെ അധ്യായം തന്നെ ആ 8ാമത്തെ മനുവിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ്. നമുക്കാദ്യം ധ്യാനം ചൊല്ലിയതിന് ശേഷം പ്രഥമ അധ്യായത്തിലേക്ക് കടക്കാം. ധ്യാനം. ഖഡ്ഗം ചക്രഗദേഷു ചാപപരിഖാൻ ശൂലം ഭുശുണ്ടീം ശിരഃ ശംഖം സന്ദധതീം കരൈസ്ത്രിനയനാം സർവാംഗഭൂഷാവൃതാം നീലാശ്മദ്യുതിമാസ്യ പാദദശകാം സേവേ മഹാകാളികാം യാമസ്തൗത്സ്വപിതേ ഹരൗ കമലജോ ഹന്തും മധുകൈടഭം അക്ഷസൃക്പരശും ഗദേഷു കുലിശം പത്മം ധനുഷ്കുണ്ടികാം ദണ്ഡം ശക്തി
ശക്തിമസിം ച ചർമ്മജലജം ഖണ്ഡാം സുരാഭാജനം ശൂലം പാശസുദർശനേ ച ദധതീം ഹസ്തൈഃ പ്രസന്നാനനാം സേവേ സൈരിഭമർദിനീമിഹ മഹാലക്ഷ്മീം സരോജസ്ഥിതാം ഖണ്ഡാശൂലഹലാനി ശംഖമുസലേ ചക്രം ധനുസ്സായകം ഹസ്താബ്ജൈർദധതീം ഖനാന്തവിലസച്ഛീതാംശു തുല്യപ്രഭാം ഗൗരീദേഹസമുദ്ഭവാം ത്രിജഗതാമാധാരഭൂതാം മഹാപൂർവാമത്ര സരസ്വതീമനുഭജേ ശുംഭാദിദൈത്യാർദിനീം. ഓം നമഃ ചണ്ഡികായൈ നമഃ. ഓം ശ്രീ ചണ്ഡികായൈ നമഃ. ഓം ശ്രീ ചണ്ഡികായൈ നമഃ. നമുക്ക് ദേവി മാഹാത്മ്യത്തിലെ ആദ്യത്തെ അധ്യായത്തിലേക്ക് കടക്കാം. ഓം നമശ്ചണ്ഡികായൈ. ശ്രീദേവി മാഹാത്മ്യം പ്രഥമചരിതം പ്രഥമോധ്യായഃ. മാർക്കണ്ഡേയ ഉവാച സാവർണിഃ സൂര്യതനയോ യോ മനുഃ കഥ്യതേഷ്ടമഃ നിശാമയ തദുത്പത്തിം വിസ്തരാദ്ഗതതോ മമ. നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ ഈ ദേവി മാഹാത്മ്യം കഥ മാർക്കണ്ഡേയൻ ക്രോഷ്ടുകിയോട് അമ്മയുടെ ആ പ്രഭാവത്തെ വിസ്തരിച്ചു പറയുന്നതാണ് എന്ന് പറഞ്ഞു. തുടർന്ന് നമ്മൾ പറഞ്ഞു മനുക്കളുടെ മന്വന്തരാദികളെക്കുറിച്ചാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയാണ് സാവർണി സൂര്യതനയോ യോ മനു കഥ്യതേഷ്ടമ. സൂര്യപുത്രനായിട്ടുള്ള ആ സാവർണി, അത് കഥ്യതേ അഷ്ടമഃ. അഷ്ടമഃ മനു, എട്ടാമത്തെ മനുവായിട്ടുള്ള സൂര്യപുത്രനായിട്ടുള്ള ആ സാവർണിയുടെ തദുത്പത്തിയും, ആ സാവർണിയുടെ ഉത്ഭവത്തെക്കുറിച്ച്, ഉത്ഭവഹേതുവിനെക്കുറിച്ച് വിസ്തരാദ്ഗതതോ മമ, വിസ്തരിച്ചു പറയുവാൻ തുടങ്ങുന്നു. അപ്പോൾ ഇവിടെ മാർക്കണ്ഡേയൻ പറയുന്നു, ഹേ ക്രോഷ്ടുകി, ഞാൻ ഈ പറയുന്നത് കണ്ടതുപോലെ തന്നെ കേട്ടാലും, കാരണം ഞാനിവിടെ പറയാൻ പോവുകയാണ് സൂര്യപുത്രനായിട്ടുള്ള ആ സാവർണി. നമ്മളൊക്കെ ഇന്ന് 7ാമത്തെ മന്വന്തരത്തിലാണ്, സ്വയംഭുവ മന്വന്തരത്തിലാണ് കഴിയുന്നത്. 8ാമത്തെ മനുവായിട്ടുള്ള സാവർണിയുടെ, സൂര്യപുത്രനായിട്ടുള്ള സാവർണിയുടെ ഉത്ഭവഹേതുവാണ് ഞാൻ വിസ്തരിച്ചു പറയുവാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് തോന്നാം 7ാമത്തെ മന്വന്തരമല്ലേ ആയുള്ളൂ, പിന്നെ അങ്ങനെ 8ാമത്തെ മന്വന്തരത്തിലെ മനുവിൻ്റെ കഥ പറയും. ഓർക്കുക, ഇത് അതുകൊണ്ട് തന്നെ പൂർവകൽപ്പത്തിൽ നടന്നതാവാം എന്ന് വ്യക്തമാണ്. അപ്പോൾ എത്രയോ യുഗങ്ങൾക്കും മുൻപ് തന്നെ, ഈ കൽപ്പത്തിനും മുൻപ് തന്നെ ദേവി മാഹാത്മ്യം എന്ന ഗ്രന്ഥം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. ഇനി അടുത്തത് 2ാമത്തെ ശ്ലോകമാണ്. മഹാമായാനുഭാവേന യഥാ മന്വന്തരാധിപഃ സ ബഭൂവ മഹാഭാഗ സാവർണിസ്തനയോരവേ. മഹാമായാനുഭാവേന, ഈ ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ആ മഹാമായയുടെ അനുഭാവത്താൽ സൂര്യപുത്രനായിട്ടുള്ള സാവർണി മന്വന്തരാധിപനായി ഭവിച്ചു. ഇനി ആ സാവർണിയെക്കുറിച്ച് പറയുകയാണ്. സ ബഭൂവ മഹാഭാഗ സാവർണിസ്തനയോരവേ.
രവിപുത്രനായിട്ടുള്ള രവേ തനയഹ, സൂര്യപുത്രനായിട്ടുള്ള ആ സാവർണി, മഹാഭാഗനായിരുന്ന സാവർണി, ഇതൊക്കെ സാവർണിയുടെ വിശേഷണങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ സാവർണി ഈ മഹാമായയുടെ അനുഭാവത്താൽ ബഭൂവ മന്വന്തരാധിപനായി ഭവിച്ചു. ഇനി അടുത്തത് 3-ാമത്തെ ശ്ലോകമാണ്. സ്വാരോജിഷേന്ദരേ പൂർവം ചൈത്രവംശസമുദ്ഭവ സുരഥോ നാമ രാജാഭൂത് നമസ്തേ സമസ്തേ ക്ഷിതിമണ്ഡലേ. സ്വാരോജിഷേന്ദരേ, ആ സ്വാരോജിഷ മനുവിൻ്റെ കാലത്ത് ഈ സ്വാരോജിഷ മനു എന്ന് പറയുന്നത് അഗ്നിയുടെ പുത്രനാണ്. പൂർവം ചൈത്രവംശ സമുദ്ഭവ, ആ കാലത്ത് ചൈത്രവംശത്തിൽ സമുദ്ഭവ ജനിച്ചു. സുരഥോ നാമരാജാഭൂത്, സുരഥൻ എന്നു പേരുള്ളതായിട്ടുള്ള ഒരു രാജാവ് ജനിച്ചു. ആ രാജാവ് സമസ്തേ ക്ഷിതിമണ്ഡലേ, ഈ അഖണ്ഡ ഭൂമണ്ഡലാധിപതിയായിട്ടാണ് സുരഥ രാജാവ് കഴിഞ്ഞിരുന്നത്. ആ രാജാവിൻ്റെ ഒരു പ്രഭാവമാണ് ആ വാക്കുകളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി അടുത്തത് ജൈമിന്യുരുവാച തസ്യ പാലയതഃ സമ്യക് പ്രജാഃ പുത്രാനിവൗരസാൻ ബഭൂവുഃ ശത്രവോ ഭൂപാഃ കോലാ വിധ്വംസിനസ്തഥാ. ഇതിൻ്റെ ഇടയ്ക്ക് 2 ശ്ലോകങ്ങളുണ്ട്. അത് വായിക്കേണ്ടതല്ല എന്ന് എൻ്റെ ഗുരു പറയാറുണ്ട്. അതായത് സൂത ഉവാച തപസ്യന്തം മഹാത്മാനം മാർക്കണ്ഡേയം മഹാമുനിം വ്യാസശിഷ്യോ മഹാതേജ ജൈമിനി പര്യപൃച്ഛത. അതും ജൈമിന്യുരുവാച എന്നുള്ളതിൻ്റെ ആദ്യത്തെ ശ്ലോകവും. മാർക്കണ്ഡേയ മഹാപ്രാജ്ഞ സർവശാസ്ത്ര വിശാരദ ശ്രോതുമിച്ഛാമ്യശേഷേണ ദേവി മഹാത്മ്യമുത്തമം. ഇതിൻ്റെ ഇടയ്ക്ക് വായിക്കേണ്ടാത്ത ശ്ലോകം നമ്മൾ അർത്ഥം പറയില്ല. അതുകൊണ്ട് തന്നെ ഏതൊക്കെയാണോ വായിക്കേണ്ടത് അത് മാത്രമാവും വിചാരം ചെയ്ത് പോകുന്നത് എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. തസ്യ പാലയത സമ്യക് പ്രജാ പുത്രാനിവൗരസാൻ. ആ സുരഥ രാജാവ് പാലയത സമ്യക് പ്രജാ പുത്രാനിവൗരസാൻ, തൻ്റെ പ്രജകളെയൊക്കെ എങ്ങനെയാണ് പാലിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ പുത്രാനിവൗരസാൻ, തൻ്റെ സ്വന്തം ഭാര്യയിലുണ്ടായ പുത്രന്മാരെ അല്ലെങ്കിൽ തൻ്റെ സ്വന്തം പുത്രന്മാരെ പോലെയാണ് പരിപാലിച്ചിരുന്നത്. ബഭൂവു ശത്രവോ ഭൂപ കോലാ വിദ്വേഷിണസ്തദാ. ഇവിടെ അടുത്തതായിട്ട് പറയുന്നത് ബഭൂവു വിദ്വേഷിണസ്തദാ ശത്രവോ ഭൂപ കോല. ഇവിടെ പറയുന്നത് ഒരു രാജാവ് 5 വിധത്തിലുള്ള ഭയത്തെ നീക്കിയിരിക്കണമെന്നുണ്ട്. ഇതിൽ 5-ാമത്തേതാണ് വന്യമൃഗങ്ങളിൽ നിന്നുള്ള ഭയത്തെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരിക്കൽ ആ ഭയത്തെ ഇല്ലാതാക്കുന്നതിനായിട്ട് സുരഥ രാജാവ് നായാട്ടിന് പോകുന്നു. അവിടെ വെച്ച് തൻ്റെ സുരഥ രാജാവിൻ്റെ അമ്പേറ്റ ഒരു പന്നി പക്ഷേ അവിടെ നിന്നും ഓടിയിട്ട് മറ്റു ചില രാജാക്കന്മാരുടെ, നമ്മൾ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു അഖണ്ഡ ഭൂമണ്ഡലാധിപതിയായിട്ടാണ് സുരഥ രാജാവ് വാണിരുന്നത് എന്ന് പറയുമ്പോൾ ആ വൈഭവം അത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ മറ്റു രാജാക്കന്മാരെന്ന് പറയുമ്പോൾ അവർ നാമമാത്രമായി രാജാക്കന്മാരായിരുന്നവരായിരുന്നു. അങ്ങനെയുള്ള ആ രാജാക്കന്മാരുടെ വലയിൽ ചെന്ന് വീഴുകയും അങ്ങനെ പിന്നീട് ആ പന്നിക്ക് വേണ്ടി ഒരു തർക്കം, ഒരു വിവാദം അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് മൂലം ഈ സുരഥ രാജാവിന് ശത്രുക്കളെ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടും വരുന്നു, അല്ലെങ്കിൽ ശത്രുക്കൾ ഉണ്ടായി വരികയും ചെയ്യുന്നു. ഇത് ആചാര്യന്മാർ പറയാറുണ്ട്, നമ്മൾ പൂർവ്വജന്മം ചെയ്ത ആ ഒരു ദുരിതലേശ വാസനയാണ് ഇങ്ങനെയുള്ള ഒരു നിസ്സാര ഹേതു മൂലം ശത്രുക്കളെ ഉണ്ടാക്കി തീർക്കുന്നതിന് ഇടയായി തീരുന്നത്. ഏതായാലും ഇവിടെ അങ്ങനെ ആ സുരഥ രാജാവിന്
വന്യമൃഗങ്ങളിൽ നിന്നുള്ള ഭയം ഇല്ലാതെയാക്കാൻ പോയതാണെങ്കിൽ കൂടിയും അതൊടുവിൽ ശത്രുക്കളെ സമ്പാദിക്കുന്നതിലേക്ക് എത്തിച്ചേരുന്നു. ഇനി അടുത്തത് 5-ാമത്തെ ശ്ലോകമാണ്. തസ്യ തൈരഭവദ്യുദ്ധമതിപ്രബലദണ്ഡിന ന്യൂനൈരപി സ തൈര്യുദ്ധേ കോലാവിധ്വംസിഭിർജിത. ഈ ശ്ലോകത്തിൽ ദൈവാധീനം അല്ലെങ്കിൽ ഈശ്വര കൃപ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ പറയുകയാണ് തസ്യ തൈരഭവദ്യുദ്ധം അതിപ്രബല ശത്രുഹി. ഇവിടെ അതിപ്രബല ശത്രുഹി, ശത്രുക്കളൊക്കെ അതിപ്രബലന്മാരായി തീർന്നു എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ പ്രഭാവത്തിൻ്റെ വലിപ്പമല്ലാതെ സുരഥ രാജാവിൻ്റെ ദൈവാധീനം കുറഞ്ഞതുകൊണ്ട് തന്നെ ആ പ്രഭാവത്തിനൊരു തൻ്റെ ആ ഒരു കഴിവുകൾക്കുള്ള പ്രഭാവം കുറഞ്ഞു പോയതുകൊണ്ട്, അതിന് മങ്ങലേറ്റതുകൊണ്ട് ശത്രുക്കളുടെ പ്രഭാവത്തിന് കൂടുതൽ വെളിച്ചം തോന്നി, കൂടുതൽ ശക്തി പ്രാപിച്ചതായി തോന്നി. അങ്ങനെ ആ അതിപ്രബലരായിട്ടുള്ള ആ ശത്രുക്കളുമായിട്ട് അങ്ങനെ തൈരഭവദ്യുദ്ധം, യുദ്ധമുണ്ടായി. ന്യൂനൈരപി സ തൈര്യുദ്ധേ കോല വിദ്വേഷിഭിർജിത. ഇങ്ങനെ ന്യൂനൈരപി സ തൈര്യുദ്ധേ, ഈ ശത്രുക്കളൊക്കെയും വളരെ ആയുധാഭ്യാസം കൊണ്ടാണെങ്കിലും ധനം കൊണ്ടാണെങ്കിലും ആഭിജാത്യം കൊണ്ടാണെങ്കിലും പൗരുഷത്തിലും ഒക്കെയും സുരഥ രാജാവിനേക്കാൾ വളരെ കുറഞ്ഞവരായിരുന്നിട്ടും കോല വിദ്വേഷിഭിർജിത, ദൈവാധീനം കുറവായിരുന്നതുകൊണ്ട്, ദൈവം വിരുദ്ധമായിരുന്നതുകൊണ്ട് തന്നെ സുരഥ രാജാവിന് അവരോടൊക്കെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇനി അടുത്തത് 6-ാമത്തെ ശ്ലോകമാണ്. തദസ്വപുരമായാതോ നിജദേശാധിപോഭവത് ആക്രാന്തഃ സ മഹാഭാഗസ്തൈസ്തദാ പ്രബലാരിഭി. അങ്ങനെ യുദ്ധത്തിൽ തോറ്റുപോയ ആ സുരഥ രാജാവ് സ്വപുരമായാത, തൻ്റെ പുരത്തിൽ, തൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. ആയാത എത്തിച്ചേർന്നു. ദേശാധിപോ ഭവത്, തൻ്റെ ദേശത്തിൻ്റെ മാത്രം അധിപനായിട്ട് അങ്ങനെ അവിടെ കഴിയേണ്ടി വന്നു. ആക്രാന്തസ്സ മഹാഭാഗസ്തൈസ്തദാ പ്രബലാരിഭി. അപ്പോൾ പ്രബലന്മാരായിട്ടുള്ള, പ്രബല അരിഭി എന്നാണ് പറഞ്ഞത്, പ്രബലന്മാരായിട്ടുള്ള ആ ശത്രുക്കള് ആക്രാന്ത, ആ സുരഥന്റെ ദേശത്തെ ആക്രമിച്ചു. ഇപ്പോൾ സുരഥന ശത്രുക്കളുടെ പ്രാബല്യം കൂടിയതുകൊണ്ട് തന്നെ സുരഥന്റെ ശക്തിക്ക് ക്ഷയം സംഭവിക്കുകയും ചെയ്തപ്പോൾ പ്രബലരായിട്ടുള്ള ശത്രുക്കൾക്ക് ആ ദേശത്തെ ആക്രമിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമായിരുന്നു. ഒടുവിൽ അങ്ങനെ ആക്രമിച്ച് സുരഥനെ തോൽപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഈ ഒരു ഭാഗത്ത് മാർക്കണ്ഡേയന് ക്രോഷ്ടുകിയോട് പറയുകയാണ്, അല്ലയോ മഹാഭാഗനായിട്ടുള്ള ക്രോഷ്ടുകി, നോക്കൂ, ഇവിടെ സമ്പത്തിനാകട്ടെ ആപത്തിനാകട്ടെ രണ്ടിനും ഒരു നീതിയുമില്ല. സമ്പത്ത് നിറഞ്ഞു നിന്നിരുന്ന വൈഭവം, അതിൻ്റെ അത്യുന്നതിയിൽ നിന്നിരുന്ന സുരഥന ആപത്ത് വരുന്നതിന് പ്രത്യേകിച്ചൊരു കാരണം, ഒരു നീതിയും ഉണ്ടായില്ല. അങ്ങനെ ഒടുവിൽ അഖണ്ഡ ഭൂമണ്ഡലാധിപനായിരുന്ന സുരഥന് കാലുകുത്തുവാൻ പോലും ഭൂമിയില്ലാത്തവനായി തീർന്നില്ലേ. അതുകൊണ്ട് ഈ ലൗകിക സമൃദ്ധിയൊന്നുമല്ല നീ കാക്ഷിക്കേണ്ടത്, പുരുഷാർത്ഥങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള മോക്ഷത്തെ തന്നെയാണ് കാക്ഷിക്കേണ്ടത്, അതിനായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ഇവിടെ മാർക്കണ്ഡേയൻ ഈ ഒരു ശ്ലോകത്തിലൂടെ ക്രോഷ്ടുകിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
ഇനി അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. സ്വാമാത്യൈർബലിഭിർദുഷ്ടൈർദുർബലസ്യ ദുരാത്മഭി കോശോ ബലം ചാപഹൃതം തത്രാപി സ്വപുരേ സദാ. ഇങ്ങനെ ഇപ്പോൾ സമ്പത്ത് കുമിഞ്ഞുകൂടി കഴിഞ്ഞിരുന്ന പ്രഭാവിയായിരുന്ന സുരഥൻ ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലിരിക്കുകയാണ്. സ്വാമാത്യൈർ ബലിഭിർദുഷ്ടൈർ ദുർബലസ്യ ദുരാത്മഭി. ആ സുരഥൻ ദുർബലസ്യ ദുരാത്മഭി, നിസ്സഹായനും ദുർബലനുമൊക്കെ ആയിത്തീർന്നു. ഇരിക്കുന്നത് തൻ്റെ തന്നെ നഗരത്തിലാണെങ്കിലും അവിടെ താൻ ഒന്നുമല്ലാത്തവനായി നിസ്സഹായനായി ഇരിക്കേണ്ട ഒരു അവസ്ഥയെത്തി. കോശോബലം ചാപഹൃതം. ചാപഹൃതം എന്ന് വെച്ചാൽ അപഹൃതമാണ്. തത്രാപി സ്വപുരേ സതഃ. ഈ പ്രബലരായിരുന്ന ശത്രുക്കളൊക്കെ അവർ ദുഷ്ടന്മാരും മനോദോഷികളും ഒക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ ശത്രുക്കളും ഒപ്പം തൻ്റെ മന്ത്രിമാരും അവരോടൊപ്പം ചേർന്നപ്പോൾ തൻ്റെ ഭണ്ഡാരത്തിലുണ്ടായിരുന്ന ഖജനാവിലുണ്ടായിരുന്ന ധനവും അതുപോലെ തന്നെ തൻ്റെ സ്വാധീനത്തിലായിരുന്ന സൈന്യത്തെയും എല്ലാം അപഹരിച്ച് സുരഥൻ വീണ്ടും തീർത്തും നിഷ്ക്രിയനായി നിസ്സഹായനായി മാറേണ്ട ഒരവസ്ഥ ഉണ്ടായി. അങ്ങനെ തൻ്റെ തന്നെ ആ നഗരത്തിലിരിക്കുമ്പോൾ തന്നെ തനിക്ക് വീണ്ടും ഒരു സൈന്യം ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ ഈ ശത്രുക്കളോടൊക്കെ യുദ്ധം ചെയ്യുന്നതിനോ മന്ത്രിമാരെയും തൻ്റെ സൈന്യത്തെയും നിലയ്ക്ക് നിർത്തുന്നതിനോ കഴിയാത്തവനായി സുരഥൻ അതീവ ദയനീയമായ ഒരവസ്ഥയിലേക്ക് മാറേണ്ടി വന്നു. ഇനി അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. തതോ മൃഗയാ വ്യാജേന ഹൃതസ്വാമ്യഃ സ ഭൂപതി ഏകാകീ ഹയമാരുഹ്യ ജഗാമഗഹനം വനം. തതോ മൃഗയാ വ്യാജേന. മൃഗയ എന്ന് പറഞ്ഞാൽ നായാട്ടിന് പോകുന്നത് പോലെ അങ്ങനെ പോവുകയല്ല, മൃഗയാ വ്യാജേന അങ്ങനെ പോകുന്നത് പോലെ ഹൃതസ്വാമ്യഃ സ ഭൂപതി. ഇവിടെ സുരഥൻ ഇപ്പോൾ നായാട്ടിനൊന്നും പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. പക്ഷേ തനിക്ക് നേരിടേണ്ടി വന്ന ഈ ഒരു അപമാന ഭാരത്തിൽ നിന്നും തന്നെയല്ല, തൻ്റെ മനസ്സിപ്പോൾ ദുഃഖഭാരത്താൽ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. തൻ്റെ പ്രജകളെ, തൻ്റെ പുത്രന്മാരെ എന്ന പോലെ സംരക്ഷിച്ചിരുന്ന പ്രജകളെ ഇപ്പോൾ തനിക്ക് സംരക്ഷിക്കുവാൻ കഴിയാതെ പോകുന്ന ഒരവസ്ഥയിൽ മന്ത്രിമാരും ദോഷബുദ്ധികളായിട്ടുള്ള മന്ത്രിമാരും പ്രബലരായിട്ടുള്ള ശത്രുക്കളും കൂടി ചേർന്നിട്ട് രാജ്യത്തെ കൊള്ളയടിച്ചപ്പോൾ അതിൽ മനം നൊന്ത് ഏകാകീ ഹയമാരുഹ്യ, ഒറ്റയ്ക്ക് ഒരു കുതിരയുടെ മേല്, ഹയം ആരുഹ്യ കുതിരമേലേറിയിട്ട് ജഗാമഗഹനം വനം, ഒരു വൻകാട്ടിലേക്ക്, വനം ഒരു വലിയൊരു കാട്ടിലേക്ക് പുറപ്പെട്ടു. എങ്ങനെ? മൃഗയാ വ്യാജേന, ഒരു നായാട്ടിനു പോകുന്നത് പോലെ ഒറ്റയ്ക്ക് പുറപ്പെട്ടു. കാരണം ഹൃതസ്വാമ്യഃ സ ഭൂപതി, ഈ ദുഷ്ടരായിട്ടുള്ള ഈ ശത്രുപക്ഷത്തുണ്ടായിരുന്നവരൊക്കെയും ആ ഹൃത എന്ന് പറഞ്ഞാൽ അപഹരിച്ചു. എന്താ? സ്വാമ്യ സ ഭൂപതി, ആ രാജചിഹ്നങ്ങളെ പോലും അപഹരിച്ചുകൊണ്ട് ആണ് അവരൊക്കെ സുരഥനെ തീർത്തും നിഷ്ക്രിയനാക്കി മാറ്റിയത്. അതിൽ മനന്നൊന്തിട്ടിപ്പോൾ ഒരു ഒറ്റയ്ക്കൊരു കുതിരമേലേറിയിട്ട് നായാട്ടിനെന്ന വണ്ണം, അല്ലെങ്കിൽ നായാട്ടിന് പോകുവാൻ എന്ന വ്യാജേന കാട്ടിലേക്ക് പുറപ്പെട്ടു. ഇനി 9ാമത്തെ ശ്ലോകം. സ തത്രാശ്രമമദ്രാക്ഷീ ദ്വിജവര്യസ്യ മേധസ പ്രശാന്തശ്വാപതാകീർണം മുനിശിഷ്യോപശോഭിതം. സ തത്രാശ്രമമദ്രാക്ഷീത്, സഹ ആ സുരഥൻ,
തത്ര ആശ്രമം അദ്രാക്ഷീത്, അവിടെ തത്ര എന്ന് പറഞ്ഞാൽ അവിടെ, ആശ്രമം അദ്രാക്ഷീത്, അവിടെ കണ്ടത് പൊതുവെ ഒരു നായാട്ടിനു പോയാൽ അവിടെ കാണേണ്ടത് വന്യജീവികളെയൊക്കെയാണ്. സിംഹം, പുലി തുടങ്ങിയ വന്യജീവികളെ കാണേണ്ടിടത്ത് ഈ സുരഥൻ കണ്ടതാകട്ടെ ആശ്രമം അദ്രാക്ഷീത, കണ്ടത് അവിടെ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ആശ്രമത്തെ ആയിരുന്നു. ദ്വിജവര്യസ്യ മേധസ, ആ ആശ്രമമാകട്ടെ ദ്വിജവര്യൻ, ദ്വിജൻ എന്നാൽ ബ്രാഹ്മണൻ, ഒരു ശ്രേഷ്ഠനായ ബ്രാഹ്മണന്റെ ആശ്രമമായിരുന്നു. അത് ആരാണെന്ന് ചോദിച്ചാൽ മേധസ, സുമേധസ് എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണന്റെ ആശ്രമമായിരുന്നു. ഇവിടെ എന്തുകൊണ്ട് നായാട്ടിനെന്നോണം പുറപ്പെട്ടിട്ട് ഈ ആശ്രമത്തെ കാണുവാൻ ഇടയായി, എന്തുകൊണ്ട് വന്യമൃഗങ്ങളെ കണ്ടില്ല എന്ന് ചോദിച്ചാൽ, നമ്മുടെ പൂർവജന്മകൃതങ്ങളായിട്ടുള്ള ദുഷ്കൃതങ്ങളുടെയൊക്കെയും ഫലം അനുഭവിച്ചു കഴിയുമ്പോൾ, അത് കൊടുങ്കാട്ടിലാണെങ്കിലും നമ്മളെ സത്തുക്കളുടെ സമീപത്തേക്കായിരിക്കും അത് നമ്മളെ കൊണ്ടെത്തിക്കുക. മറിച്ച് ഇപ്പോഴും ആ ദുഷ്കൃതങ്ങളുടെയൊക്കെ പൂർവജന്മാന്തരങ്ങളായി നമ്മൾ ചെയ്തിട്ടുള്ള ദുഷ്കൃതങ്ങളുടെയൊക്കെ ഫലം ഇനിയും നമ്മളെ പിന്തുടരുന്നുണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ടെത്തിക്കുക വന്യമൃഗങ്ങളുടെ നടുവിലായിരിക്കും. അപ്പോൾ ഇവിടെ സുരഥൻ ഏകദേശം എല്ലാം അനുഭവിച്ചു കഴിഞ്ഞിരുന്നു എന്നതുകൊണ്ട് തന്നെ കൊണ്ടെത്തിച്ചത് സുമേധസ് എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ ആശ്രമത്തിൻ്റെ അടുത്തായിരുന്നു. അവിടെ പ്രശാന്ത ശ്വാപതാകീർണം മുനിശിഷ്യോപശോഭിതം, അവിടെ പ്രശാന്ത ശ്വാപതാകീർണം, തൻ്റെ അവിടെ ഒരു പ്രശാന്തമായിട്ട് ഉള്ള ആ ഒരു ആശ്രമത്തിൽ മുനിശിഷ്യോപശോഭിതം, മുനിമാരോടും ആ മുനിയോടും മറ്റ് ശിഷ്യന്മാരോടും ഒപ്പം തൻ്റെ ആ ഒരു തപപ്രഭാവം കൊണ്ട്, സുമേധസ് എന്ന് പറയുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ തപപ്രഭാവം കൊണ്ട് മറ്റു വന്യജീവികൾ പോലും അവിടെ വന്ന് പ്രശാന്തമായി ശാന്തമായി അവിടെ കഴിഞ്ഞു പോന്നു. അതായത് ഈ മുനിയോടും മുനിയുടെ ശിഷ്യന്മാരോടും ഒപ്പം ആ ആശ്രമത്തിൽ മറ്റു വന്യജീവികൾ പോലും ശാന്തഭാവത്തിലാണ് അവിടെ കഴിഞ്ഞിരുന്നത്. കാരണം ഈ സുമേധസ് എന്ന് പറയുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ തപപ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ശാന്തമായ കാഴ്ചയിലേക്ക് ആ വന്യമൃഗങ്ങളെ പോലും കൊണ്ടെത്തിച്ചത്. കാരണം ചുറ്റും നമുക്കറിയാം, നല്ലപോലെ തണുത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ നമ്മളും ആ തണുപ്പിൻ്റെ ഒരു ഭാഗമായി മാറുന്നത് പോലെ ഇവിടെ പ്രശാന്തരമണീയമായിട്ടുള്ള ശാന്തി അങ്ങനെ തുളുമ്പി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് വന്നപ്പോൾ വന്യമൃഗങ്ങൾ പോലും അവിടെ ശാന്തരായി ഭവിച്ചു. ഇനി അടുത്തത് 10ാമത്തെ ശ്ലോകമാണ്. തസ്ഥൗ സ കിഞ്ചിത് കാലം തു മുനിനാതേന സത്കൃത ഇതശ്ചേതശ്ച വിചരം തസ്മിൻ മുനിവരാശ്രമേ. തസ്ഥൗ ച സ കിഞ്ചിത് കാലം, അങ്ങനെ ആ സുരഥ രാജാവ് കിഞ്ചിത് കാലം, കുറച്ചു കാലം അവിടെ അങ്ങനെ മുനിനാതേന സത്കൃത, ആ മുനിയുടെ സൽക്കാരങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞുകൂടി. ഇതശ്ചേതശ്ച വിചരം തസ്മിൻ മുനിവരാശ്രമേ, അനന്തരം ആ ആശ്രമത്തിലെ ഇതശ്ച മറ്റ് ഓരോരോ ആശ്ചര്യങ്ങൾ കണ്ടുകൊണ്ട്, കാരണം ഇത് ഈ സുരഥ രാജാവിനൊരു ആശ്ചര്യം തന്നെയായിരുന്നു, ഇങ്ങനെ ഈ വന്യമൃഗങ്ങളൊക്കെ ഇവിടെ വന്നിങ്ങനെ ശാന്തഭാവത്തിൽ കഴിയുന്നത്, ഇവരോടൊപ്പം ഇണങ്ങിച്ചേർന്ന് കഴിയുന്നത്, ഈ മുനിയോടും ശിഷ്യഗണങ്ങളോടും ഒപ്പം ഇണങ്ങിക്കഴിയുന്നത് ഒരു ആശ്ചര്യമായിരുന്നു. അങ്ങനെ ആ ആശ്രമത്തിലെ ഓരോരോ ആശ്ചര്യങ്ങൾ കണ്ടുകൊണ്ട് വിചരം തസ്മിൻ മുനിവരാശ്രമേ, വിചരം അങ്ങനെ ചരിച്ചുകൊണ്ട് നടന്നു, ഓരോരുത്തർക്ക് ചുറ്റി നടന്നു ആ ആശ്രമത്തിൽ. ഇനി അടുത്തത് 11ാമത്തെ ശ്ലോകമാണ്. അത് അമ്മ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ നമുക്ക് പറയാമെന്ന് കരുതുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ.
ഓം ശ്രീ മാത്രേ നമഃ.